നമുക്ക് ഒരു കഥ പറയാം അല്ലേ? തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ 70 വയസ്സുള്ള ലക്ഷ്മി എന്ന മുത്തശ്ശി ജീവിച്ചിരുന്നു. ലക്ഷ്മി തന്റെ വീട്ടുമുറ്റത്ത് തുളസിച്ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോൾ അവരുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. 3 മക്കളും കടുത്ത കടക്കെണിയിലാണ്. ബാങ്ക് ലോണിന്റെ തവണകൾ മുടങ്ങി, പലിശ കൂടി അവരുടെ ജീവിതം ദുസ്സഹമായി. ലക്ഷ്മി എപ്പോഴും മക്കൾക്കു വേണ്ടി എന്തും ചെയ്യുന്ന അമ്മയായിരുന്നു. അവരെ കഷ്ടപ്പെടുന്നത് കാണാൻ അവർക്ക് വയ്യ. പക്ഷേ അവരുടെ കയ്യിൽ വലിയ പണമൊന്നുമില്ല. മക്കൾ ഒരു ദിവസം അവരെ സമീപിച്ചു. "അമ്മേ, ഈ വീട് വിറ്റാൽ ഞങ്ങളുടെ കടം തീർക്കാം. അമ്മയ്ക്ക് ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കാം" എന്ന് പറഞ്ഞു. ആദ്യം ലക്ഷ്മിക്ക് ഈ ആശയം ഒരുപാട് യുക്തിപൂർവമായി തോന്നി. വീട് വലുതാണ്. ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് താമസിക്കാൻ അവർക്ക് ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു. എങ്കിൽ മക്കളോടൊപ്പം പോകുന്നത് നല്ലതല്ലേ? പക്ഷെ അവർ അറിഞ്ഞില്ല, മക്കളെല്ലാം തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു എന്ന്. ഒരു രാത്രി ലക്ഷ്മി ഞെട്ടിക്കുന്ന ഒരു സംഭാഷണം കേട്ടു. "വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രം എടുക്ക്, ബാക്കി ഇവിടെ ഇട്ടേക്ക്. പുതിയവർ വന്ന് ചവറായി എറിഞ്ഞോളും" എന്നു മക്കൾ പറയുന്നു. ലക്ഷ്മിയുടെ ഹൃദയം തകർന്നു. തന്റെ വീടിന്റെ ഓർമ്മകൾ, ജീവിതം എല്ലാം അവർക്ക് ചവറാണോ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മക്കൾ വീട് വിൽക്കാനുള്ള കടലാസുകളുമായി വന്നു. "അമ്മേ, ഇവിടെ ഒപ്പിട്" എന്ന് പറഞ്ഞു. ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. മനസ്സിൽ ഒരു വിശ്വാസക്കുറവ് തോന്നിയെങ്കിലും മക്കൾ തന്നെ സ്നേഹിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു. അവർ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. "അമ്മേ, വേണ്ടാത്ത സാധനങ്ങൾ എടുക്കേണ്ട 2 ബാഗിൽ ഒതുങ്ങുന്നത് മതി" എന്ന് മൂത്ത മകൾ രാജി പറഞ്ഞു. "എന്റെ ഫോട്ടോ ആൽബം, അച്ഛന്റെ സാധനങ്ങൾ, TV, ഇതൊക്കെ എവിടെ വയ്ക്കും?" ലക്ഷ്മി ചോദിച്ചു. "അമ്മേ, അത് ചവറാണ്. അതിന് ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ല" എന്ന് രാജി ദേഷ്യത്തോടെ പറഞ്ഞു. ലക്ഷ്മിയുടെ ഹൃദയം വീണ്ടും നുറുങ്ങി. തന്റെ ജീവിതത്തിന്റെ ഓർമ്മകൾ അവർക്ക് വെറും ചവറോ? 3 ദിവസത്തിനുള്ളിൽ വീട് വിറ്റു. മക്കൾ രാജി, ലീല, മുരുകൻ വന്നു പറഞ്ഞു, "അമ്മേ, ഒരാഴ്ചയ്ക്കുള്ളിൽ വീടൊഴിയണം." വാങ്ങിയവർ പണം കൊടുത്തു കഴിഞ്ഞു. അവർ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചു. "അമ്മ ഒറ്റയ്ക്കാവില്ല. ഞങ്ങൾ നിന്നെ നോക്കും. നിന്റെ പൂച്ചയെപ്പോലും കൊണ്ടുപോകാം." പക്ഷേ ആരുടെ വീട്ടിൽ താമസിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. ലക്ഷ്മി ഓരോ രാത്രിയും വീട്ടിൽ നടന്നു. ഓരോ മുറിയും തൊട്ടു ഓർമ്മകൾ മനസ്സിൽ നിറച്ചു. "എന്റെ ജീവിതം ഈ വീട്ടിലാണ്, ഇതെങ്ങനെ വിട്ടുകളയും?" എന്നവർ ആലോചിച്ചു. ഒരു ദിവസം ലക്ഷ്മി തന്റെ കസിന്റെ മകൾ സരസ്വതിയോട് ഈ കാര്യം പറഞ്ഞു. സരസ്വതി ഞെട്ടി. "ലക്ഷ്മി, ഇത് വേണ്ട. നിന്റെ വീട് വിറ്റ് എന്തു ചെയ്യും? മക്കൾ നിന്നെ പിന്നെ തെരുവിലിടുമോ?" ലക്ഷ്മി മറുപടി പറഞ്ഞു, "അവർ എന്റെ മക്കളല്ലേ, എന്നെ തെരുവിലിടില്ല. അവർക്ക് കടം തീർക്കാൻ എന്റെ സഹായം വേണം." സരസ്വതി ഒന്നും പറയാതെ പോയി. ലക്ഷ്മി 2 ബാഗിൽ സാധനങ്ങൾ പാക്ക് ചെയ്തു. ഒരു ചെറിയ കവറിൽ കുടുംബ ഫോട്ടോകളും ചില വിലപ്പെട്ട ഓർമ്മകളും കൂടിയെടുത്തു. "ഇത് എന്റെ മക്കൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടും" എന്നവർ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മക്കൾ വന്ന് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ രാജി അവരുടെ അധിക ബാഗ് കണ്ട് ദേഷ്യപ്പെട്ടു. "അമ്മേ, ഈ ചവറെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മാത്രം എടുത്താ മതിയെന്ന്." ലക്ഷ്മി മെല്ലെ പറഞ്ഞു, "ഇത് നിനക്കുള്ള സമ്മാനമാണ് മോളെ." രാജി ഒന്നും പറയാതെ ബാഗ് എടുത്തു. ലക്ഷ്മി ആദ്യം രാജിയുടെ വീട്ടിലാണ് താമസിച്ചത്. മധുരയ്ക്ക് പുറത്ത് ഒരു ടൂറിസ്റ്റ് പ്രദേശത്തായിരുന്നു ആ വീട്. ലക്ഷ്മിയുടെ വീട് ഒരു ശതകോടീശ്വരൻ വാങ്ങി ഒരു ഹോട്ടൽ പണിയാൻ. വീടിന്റെ വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് വിറ്റത്. ലക്ഷ്മി വീട് വിടുമ്പോൾ കണ്ണീർ പൊഴിച്ചു. പക്ഷേ മക്കൾ സന്തോഷത്തിലായിരുന്നു. പണം കിട്ടിയപ്പോൾ അവർ ആഘോഷിച്ചു, പരസ്പരം പങ്കുവച്ചു. പക്ഷേ ഉടനെ അവർ തമ്മിൽ തർക്കം തുടങ്ങി. "അമ്മയെ ആര് നോക്കും?" എന്ന്. "എന്റെ വീട്ടിൽ ഇപ്പോൾ നിന്റെ ഊഴമാണ്" എന്ന് മുരുകൻ പറഞ്ഞു. "ഞാൻ യാത്രയ്ക്ക് പോകുക" എന്ന് ലീല. ഒടുവിൽ ലക്ഷ്മി രാജിയുടെ വീട്ടിലേക്ക് പോയി. രാജിയുടെ വീട് ആഡംബരമായിരുന്നു. പുതിയ ഫർണിച്ചറുകൾ, മിന്നുന്ന ഡെക്കറേഷൻ എല്ലാമുണ്ട്. പക്ഷേ ലക്ഷ്മിക്ക് കിട്ടിയത് ഒരു ചെറിയ മുറി, മുൻപ് ഓഫീസായി ഉപയോഗിച്ചിരുന്നത്. ഒരു കട്ടിലും ചെറിയ അലമാരയും മാത്രം. ലക്ഷ്മിയുടെ സാധനങ്ങൾ വയ്ക്കാനിടമില്ല. എങ്കിലും "ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ" എന്ന് ലക്ഷ്മി സ്വയം ആശ്വസിച്ചു. ഒരു ദിവസം രാജി പറഞ്ഞു, "അമ്മേ, ഈ പൂച്ച എന്തിനാ? ഇത് വൃത്തികേടാക്കും. നിന്റെ പെൻഷൻ പണം ഇതിന് ചെലവാക്കുന്നതിന് പകരം ബില്ലടയ്ക്കാൻ ഉപയോഗിക്കാം." ലക്ഷ്മി ഞെട്ടി. "മോളെ, ഈ പൂച്ച എന്റെ കൂട്ടാണ്" എന്ന് പറഞ്ഞു. രാജി ദേഷ്യത്തോടെ, "നിന്റെ പേര് കേൾക്കുന്നവർക്ക് ഇത്ര ശ്രദ്ധ വേണോ?" എന്ന് പറഞ്ഞു. ലക്ഷ്മിയുടെ മനസ്സ് വേദനിച്ചു. പിന്നീട് ലക്ഷ്മി തന്റെ അധിക ബാഗിൽ നിന്ന് പഴയ പുതപ്പുകളും പാത്രങ്ങളും എടുത്ത് രാജിക്ക് കൊടുത്തു. "മോളെ, ഇത് നിനക്ക് ഉപയോഗിക്കാം" എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജി അവയെല്ലാം എറിഞ്ഞു. "അമ്മേ, ആ പഴഞ്ഞ സാധനങ്ങൾ എന്റെ വീട്ടിൽ വേണ്ട. ചവറ്റുകുട്ടയിലിട്ടു" എന്ന് പറഞ്ഞു. ലക്ഷ്മി നിശ്ചലയായി. ആ സാധനങ്ങൾ അവർക്ക് തന്റെ ജീവിതത്തിന്റെ ഓർമ്മകളായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജി മുരുകനെ വിളിച്ചു. "നിന്റെ ഊഴമാണ്, അമ്മയെ കൊണ്ടുപോ" എന്ന് പറഞ്ഞു.
മുരുകൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും ഒടുവിൽ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോയി. മുരുകന്റെ ഭാര്യ ശാന്തി ലക്ഷ്മിയെ ഒരു വേലക്കാരിയെപ്പോലെ കണ്ടു. ഇവിടെ വന്ന് ഭക്ഷണം മാത്രം തിന്നാൻ വരല്ലേ എന്ന് ശാന്തി പറഞ്ഞു. ലക്ഷ്മി എല്ലാം സഹിച്ചു, പക്ഷെ മനസ്സിൽ വലിയ വേദന. ഒരു ദിവസം അവർ ഒരു ചെറിയ ടിവി വാങ്ങാൻ പറഞ്ഞു. മുരുകൻ പറഞ്ഞു, അമ്മേ, പെൻഷൻ പണം തീർന്നു, ഒരു പഴയ റേഡിയോ ഉപയോഗിക്ക്. ലക്ഷ്മി ഒന്നും മിണ്ടാതെ തിരികെ മുറിയിലേക്ക് പോയി. ഒരു രാത്രി മുരുകനും ശാന്തിയും തർക്കിക്കുന്നത് ലക്ഷ്മി കേട്ടു. അമ്മയെ ഇനി എനിക്ക് വേണ്ട, രാജിയുടെ അടുത്തേക്ക് പോകട്ടെ എന്ന് മുരുകൻ. അവരുടെ പെൻഷൻ പോലും പോരാ, ഇവിടെ ഒരു ഭാരമാണ് എന്ന് ശാന്തി. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ മുറിയിലേക്ക് മടങ്ങി. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. 1.5 വർഷം കഴിഞ്ഞു. ലക്ഷ്മി മക്കളുടെ വീടുകൾക്കിടയിൽ മാറി മാറി താമസിച്ചു. ആരും അവരെ ശരിക്കും നോക്കിയില്ല. വീട് വിറ്റ പണം മക്കൾ ചെലവാക്കി. ലക്ഷ്മി മനസ്സിലാക്കി, താൻ ഒരു വലിയ തെറ്റ് ചെയ്തു. എന്റെ വീട് വിറ്റത് വലിയ മണ്ടത്തരമായിരുന്നു എന്നവർ ഓർത്തു. ഒരു ദിവസം മുരുകനും ശാന്തിയും പുറത്തുപോയപ്പോൾ ലക്ഷ്മി തന്റെ ബാഗും പൂച്ചയും എടുത്ത് വീട് വിട്ടിറങ്ങി. സരസ്വതിയുടെ വീട്ടിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ രാജി വിളിച്ചു. അമ്മേ, എവിടെ പോകുന്നു? ഇതെന്ത് കളിയാണ്? ലക്ഷ്മി ശാന്തമായി പറഞ്ഞു, ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. നിനക്ക് ഞാനൊരു ഭാരമല്ലേ? രാജി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ലീലയും മുരുകനും വിളിച്ചു, പക്ഷേ ആരും തിരികെ വാ എന്ന് പറഞ്ഞില്ല. ലക്ഷ്മിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവർ ബസ് സ്റ്റോപ്പിലെ ഒരു ബെഞ്ചിലിരുന്നു. പെട്ടെന്ന് ഒരു 40 വയസ്സ് തോന്നിക്കുന്ന പുരുഷൻ അടുത്തുവന്നു. അമ്മേ, സുഖമല്ലേ എന്ന് മൃദുവായി ചോദിച്ചു. ലക്ഷ്മി മറുപടി പറയാൻ ശ്രമിച്ചു, പക്ഷേ തല കറങ്ങി. പെട്ടെന്നവർ ബോധം കെട്ടു. ലക്ഷ്മി കണ്ണു തുറന്നപ്പോൾ ഒരു സുഖമുള്ള കിടക്കയിലാണ്. ഒരു 5 വയസ്സുള്ള കുട്ടി, നീ ആര് എന്ന് ചോദിച്ചു. ഞാൻ ലക്ഷ്മി എന്നവർ പറഞ്ഞു. എന്റെ പേര് വിജയ്. നീ എന്റെ പാട്ടിയാകുമോ? എന്റെ കൂട്ടുകാർക്കെല്ലാം പാട്ടിയുണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞു. ലക്ഷ്മിയുടെ മനസ്സ് ചെറുതായി ലഘുവായി. പെട്ടെന്നൊരു യുവതി, ലത, വന്നു. പാട്ടി, സുഖമായോ? ഞാൻ ലത. ഒരാഴ്ച മുൻപ് നിന്നെ ബസ് സ്റ്റോപ്പിൽ കണ്ടപ്പോൾ നിനക്ക് അസുഖം വന്നിരുന്നു. എന്റെ ഭർത്താവ് രവി ആംബുലൻസ് വിളിച്ചു. ലക്ഷ്മി ഞെട്ടി. എനിക്ക് ചെറിയ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു, പക്ഷേ ഇപ്പോൾ സുഖമാണ് എന്ന് ലത പറഞ്ഞു. ലക്ഷ്മി കണ്ണീർ പൊഴിച്ചു. നിനക്ക് ഞാനൊരു ഭാരമല്ലേ എന്ന് ചോദിച്ചു. അയ്യോ പാട്ടി, അങ്ങനെ പറയല്ലേ, നീ ഞങ്ങളുടെ കുടുംബമാണ് എന്ന് ലത. ലതയും രവിയും ഒരു അനാഥാലയത്തിൽ വളർന്നവരാണ്. അവർക്ക് 4 കുട്ടികൾ, വിജയ് ഉൾപ്പെടെ. ലക്ഷ്മിയെ അവർ സ്വന്തം അമ്മയെപ്പോലെ നോക്കി. ലക്ഷ്മിയുടെ പൂച്ചയെപ്പോലും കുട്ടികൾ സ്നേഹിച്ചു. ഈ പൂച്ചയുടെ പേര് ടോം അല്ലേ എന്ന് വിജയ് ചോദിച്ചപ്പോൾ ലക്ഷ്മി ചിരിച്ചു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ താമസിച്ചിരുന്ന വാടക വീടിന്റെ ഉടമ തിരികെ വന്നു. നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. രവിക്ക് പണം കുറവായിരുന്നു. ഒരു പുതിയ വീട് വാങ്ങാൻ കഴിഞ്ഞില്ല. ലക്ഷ്മി അപ്പോൾ രവിയെ സമീപിച്ചു. മോനെ, ഒരു കാര്യം പറയട്ടെ. എന്റെ കയ്യിൽ കുറച്ച് ആഭരണങ്ങളുണ്ട്. എന്റെ അമ്മൂമ്മയുടെ കമ്മലുകൾ, അച്ഛന്റെ മോതിരങ്ങൾ, എന്റെ ഭർത്താവ് തന്ന ഒരു ബ്രോച്ച്. ഇത് വിറ്റാൽ ഒരു വീട് വാങ്ങാം. രവി ഞെട്ടി. പാട്ടി, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, എന്റെ മക്കൾ എന്നെ മറന്നു. നിന്റെ കുടുംബമാണ് എന്റെ യഥാർത്ഥ കുടുംബം. എനിക്ക് നിന്നെ സഹായിക്കണം. പിന്നെ ലക്ഷ്മി ഒരു കാര്യം കൂടി പറഞ്ഞു. എനിക്ക് കടലിനടുത്ത് ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് വീട് പണിയാം. രവിയും ലതയും കണ്ണീർ പൊഴിച്ചു. ശൈത്യകാലത്തോടെ പുതിയ വീട് പണി കഴിഞ്ഞു. രവി ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങി. ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുടുംബം സന്തോഷത്തോടെ ജീവിച്ചു. ഒരു വസന്ത ദിവസം ലക്ഷ്മിയുടെ മകൾ രാജി വീട്ടിലേക്ക് വന്നു. അമ്മേ, ഞങ്ങൾക്ക് പണം വേണം. ഞങ്ങൾ കടത്തിലാണ്. നിന്റെ ഈ സ്ഥലത്തെക്കുറിച്ച് എന്തിനാണ് മുൻപ് പറയാതിരുന്നത് എന്ന് ചോദിച്ചു. ലക്ഷ്മി ഒന്നും മിണ്ടാതെ ശാന്തമായി അകത്തേക്ക് നടന്നു. രാജി കരഞ്ഞുകൊണ്ട് മടങ്ങി.